ഹലോ ആൾ, വെൽക്കം ബാക്ക്. നീറ്റിഫൈ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നീറ്റിൽ ഈ വർഷം ഷുവർ ആയിട്ട് ഒരു 99% നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാര്യങ്ങളൊക്കെ പറയാം, നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് പറഞ്ഞുതരും. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു വൺ ഷോട്ട് സീരീസ് ആണിത്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. ഒരുപാട് ഫ്രീ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റേഴ്സ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ഇത് ഞാൻ കുറച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് പറയാം, പെട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, റെഡി? അപ്പോൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇതാണ് കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി? ഇതാണ് കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് രണ്ട് കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് അതിനെതിരെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇതുമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു V1 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ V2 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഈ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈക്വൽ ടു രണ്ടിന്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂട്ടിയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് സീരീസ് പാരലൽ കണക്ഷൻ ആണെങ്കിൽ എൻ്റയർലി ഡിഫറന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, നമ്മൾ ഒരു ലോജിക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റർ 1 എടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് കപ്പാസിറ്റർ 2 എടുത്ത പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഡിഫറൻസ് അല്ല പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, V is equal to Q by C അല്ലെ? ഇതന്നെ ഇക്വേഷൻ. V is equal to Q by C, V is equal to Q by C എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. ഓക്കെ, V is equal to Q by C. ഓക്കെ, അപ്പോൾ ഈ V is equal to Q by C എന്നുള്ള ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇതിൽ നിങ്ങൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സീരീസ് കണക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അക്രോസ് ഉള്ള ചാർജ്, ഇതിന്റെ അടുത്തുള്ള ചാർജ് ഇവിടെ Q1 ആണ്, ഇവിടെ Q2 ആണ്. അതിന് കിട്ടിയ ചാർജ് Q1 ആണ്, ഇതിന് കിട്ടിയ ചാർജ് Q2 ആണെങ്കിൽ Q1 is equal to Q2 എന്നായിരിക്കും. Q1 is equal to Q2 എന്നായിരിക്കും. ഓക്കെ അല്ലേ? Q1 is equal to Q2. അപ്പൊ ഓക്കെ, ആ രീതിയിലാണ്. അപ്പൊ ഞാൻ പറയാം, നമ്മൾ കൊടുക്കുന്ന ചാർജ് എല്ലായിടത്തും ഒരേ ചാർജ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി പഠിക്കുക, കാണാതെ പഠിക്കുക. കൊടുക്കുന്ന ചാർജില്ല, അവിടെ ഉള്ള ചാർജ് എല്ലായിടത്തും ഈക്വൽ ചാർജ് ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്നത്. ഓക്കെ, ആ കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ പാരലൽ ആണെങ്കിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ V is equal to Q by C. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത ഇക്വേഷൻ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V is equal to Q by C. C എഫക്റ്റീവ് ആണ്. V1 എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 1 is equal to Q1 by C1 plus Q2 by C2. Q1 and Q2 are is equal to Q. ഈ Qവും ഇത് ശരിക്കും Q is equal to Q1 is equal to Q2 എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലായിടത്തും Q ഈക്വൽ അല്ല. അപ്പൊ Q by C എഫക്റ്റീവ് is equal to എന്താണ്? യെസ്, C എഫക്റ്റീവ് is equal to Q into 1 by C1 plus 1 by C2 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ ഈ ക്യൂവും കട്ടാവും. 1 by C എഫക്റ്റീവ് is equal to 1 by C1 plus 1 by C2 എന്ന് കിട്ടും. 1 by C1 plus 1 by C2 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റർ മാത്രമാണ് എന്നുണ്ടെങ്കിൽ C എഫക്റ്റീവ് is equal to C1 C2 divided by C1 plus C2 എന്നുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? റെഡി ആയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി. എല്ലായിടത്തും Q ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇതാണ് സീരീസ് കോമ്പിനേഷൻ. കൊടുത്ത പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു C1 എടുത്ത പൊട്ടൻഷ്യൽ ഡ്രോപ്പും C2 എടുത്ത പൊട്ടൻഷ്യൽ ഡ്രോപ്പും നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Q പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇത് വേറെ ഈ ഒരു ഓക്കെ, ഈ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ. ഇപ്പൊ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു C1 C2 plus C1 C2 plus C1 plus C2. റെഡി അല്ലേ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് സീരീസ് കോമ്പിനേഷന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു,
പാരലൽ കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു. പാരലൽ കോമ്പിനേഷൻ എന്താണ്? പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, ഇതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ C1ലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വി ആയിരിക്കും. C2ലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ വി. കാര്യം നമ്മൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്, ഇതിലെടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ എല്ലായിടത്തും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം. പക്ഷേ ക്യൂ ഡിഫറൻ്റ് ആണ്. ക്യൂ ഈക്വൽ അല്ല. നേരത്തിൽ എന്തായിരുന്നു? ക്യൂ ഈക്വൽ ആയിരുന്നു. ഇവിടെ എന്താ? ചാർജ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് മാത്രം നിങ്ങൾ ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യൂ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ക്യൂ ഡിഫറൻ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഒരു ലോജിക് ഉണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ഇക്വേഷൻസ് വെറുതെ ബൈ ഹാർട്ട് പഠിക്കില്ല, നമ്മൾ ലോജിക്കലി ആണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ കൊടുത്ത Q1 ഈസ് ഈക്വൽ ടു ഇപ്പൊ നമ്മൾ Q1 കൊടുത്തു കഴിഞ്ഞാൽ Q കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത Q ഈസ് ഈക്വൽ ടു ഇവരെടുത്ത Q1 പ്ലസ് ഇവരെടുത്ത Q2. ഓക്കെ, അപ്പൊ കൊടുത്ത Q ഈസ് ഈക്വൽ ടു ഇവരെടുത്ത Q1 പ്ലസ് ഇവരെടുത്ത അതായത് കൊടുത്ത Q1 ഈസ് ഈക്വൽ ടു ഒന്നുകൂടി പറയാം. കൊടുത്ത Q നമ്മളിപ്പോ ഒരു Q കൊടുത്തു കഴിഞ്ഞാൽ C1 ഉം C2 ഉം Q കൊടുത്തു. C1 Q1 എന്ന് പറഞ്ഞ ചാർജ് ഇതിൽ നിന്ന് എടുത്തു, C2 Q2 എന്ന പറഞ്ഞ ചാർജ് ഇതിൽ നിന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുത്ത ചാർജ് ഇസ് ഈക്വൽ ടു C1 എടുത്ത ചാർജ് പ്ലസ് C2 എടുത്ത ചാർജ് അല്ലേ? യെസ്, Q ഇസ് ഈക്വൽ ടു C/V എന്നാണ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ, അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q എന്താണ്? C എഫക്റ്റീവ് ബൈ എന്താണ്? V ഇസ് ഈക്വൽ ടു C1 ബൈ V. V1 എന്ന് പറഞ്ഞാൽ V ആണ്, എല്ലായിടത്തും V സെയിം ആണ്, ഞാൻ പറഞ്ഞതാണ്. പ്ലസ് C2 ബൈ V. ഡിനോമിനേറ്ററിൽ എല്ലാം കട്ടായി പോകും. C എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2. ഇങ്ങനെയാണ് ഇക്വേഷൻസ് വന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ഇതിന്റെ ഇത് മറന്നു പോയി കഴിഞ്ഞാൽ, ഇതിന്റെ ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് അപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഡെറിവേഷൻ വല്ല ടൈമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഇത് ഒരുപാട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മൾ ഡെറിവേഷൻ ഒക്കെ ലോജിക്കലി മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാം ആളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് മറന്നു പോയ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പഠിക്കാം. ഓക്കെ, ചാർജസ് ഓൺ ഈച്ച് പ്ലേറ്റ് ഇൻ ഡിഫറെന്റ് മോസ്റ്റ് കേസസ്. അതായത് ഇതിലുള്ള ചാർജ് ഡിഫറെന്റ് ആയിരിക്കും മോസ്റ്റ് ഓഫ് കേസസ്. ചില കേസ് സെയിം ആയിരിക്കും. അത് കണ്ടീഷൻ സി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നത് C1 ഉം C2 ഈക്വൽ ആണെങ്കിൽ ചാർജ് സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ. സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ ആൾ കപ്പാസിറ്റീസ്. എല്ലാ കപ്പാസിറ്റീസും സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. കാര്യം ഇവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ കാര്യം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻസ്. ദെൻ നൗ വി വിൽ ബി ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക് കപ്പാസിറ്റി C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 മൈക്രോ ഫാരഡ്. ഓക്കെ, അപ്പൊ അത് വേണ്ട. 10. C2 എന്ന് പറഞ്ഞാൽ 5 ആണ്, C3 എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് 4 മൈക്രോ ഫാരഡ് ഒന്നും വായിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. C2 4 ആണ്, C3 4 ആണ്. റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് ബിന്റെ ഇടയിലെ റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ എന്ത് ചെയ്യും? റീഡ്രോ ചെയ്യാം. യെസ്, ഇവിടെ A എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. Aയിൽ നിന്ന് ഒരു ഇത് വരച്ചു, ഈ സാധനം വരച്ചു, ഒരു പോയിന്റ് വരച്ചു. അതിൽ നിന്ന് 2 എണ്ണം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിൽ നിന്ന് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 എണ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 എണ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഒന്നാമത്തെ ഇതാണ്, രണ്ടാമത്തെ ഇതാണ്. ഓക്കെ, 2 എണ്ണാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് മേലെ ഉള്ളത് C2 ആണ്, താഴെ ഉള്ളത് എന്താണ്? C1 ആണ്. ഓക്കെ, മേലുള്ള C2 ആണ്, താഴെ ഉള്ളത് C1 ആണ്. ഓക്കെ, മേലുള്ള C2 ആണ്, താഴെ ഉള്ളത് C1 ആണ്. അപ്പൊ C2 ഉം C1 ഉം വരച്ചു. പിന്നെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് രണ്ടും ഇങ്ങനെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഇവിടുന്ന് ഒരു സാധനം പോന്നിട്ടുണ്ട്. C3 എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട്. C3 നേരെ പോകുന്നത് ബിയിലോട്ടാണ്. ഓക്കെ, അപ്പൊ C3 കിട്ടി. ഇങ്ങനെ സാധനം നമ്മൾ വരച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ നമ്മൾ നേരെ നമ്മൾ അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, വാല്യൂ C2 എന്ന് പറഞ്ഞാൽ എന്താ? C2 എന്ന് പറഞ്ഞാൽ 5 ആണ്, C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്, C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്.
ഇനി ഇതിൽ പറയാനുള്ളത് C2 C1 എന്താണ്, പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ, ജസ്റ്റ് അഡീഷൻ ആണ്. പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡീഷൻ ആണ്, C1 + C2. അപ്പൊ എന്താണ് 15 കിട്ടി. ഓക്കെ, അപ്പൊ 15 കിട്ടി. അപ്പൊ ഇവിടെ ഇത് 15, അപ്പൊ 15 കിട്ടി. വേണം നിങ്ങൾക്ക് റീഡ്രോ ചെയ്യാം. എ കിട്ടി, ഇതൊരു പുതിയൊരു കപ്പാസിറ്റി കിട്ടിയ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇവിടെ C3 കൂടി ഉണ്ട്, C3 ഇവിടെ ബി ആണ്. അപ്പോൾ ഈ 15ഉം C3 എന്താണ്, C3 എന്താണ്, 15ഉം 4ഉം സീരീസ് കോമ്പിനേഷൻ ആണ്. 15ഉം 4ഉം സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ C1 C2 ഡിവൈഡ് ബൈ C1 + C2, C1 C2 ഡിവൈഡ് ബൈ C1 + C2 അല്ലേ നമ്മുടെ ഇക്വേഷൻ. C1 എന്ന 15 × 4 ഡിവൈഡ് ബൈ 19 ഇസ് ഈക്വൽ ടു 15 × 4 60 ആണ്. 60 ഡിവൈഡ് 19. ഇവിടെ ഇത് 20 ആക്കി കഴിഞ്ഞാൽ 3 ഉത്തരം കിട്ടും. അപ്പൊ 2 പോയിന്റ് സംതിങ് നമുക്ക് ഉണ്ടോ, സോറി 3 പോയിന്റ് സംതിങ് ഉണ്ടോ നോക്കാം. 3 പോയിന്റ് സംതിങ്, 3.2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ഈ ആൻസറോട് എത്തിപ്പെടുക. കറക്റ്റ് ആയിട്ട് മൾട്ടി ഡിവൈഡ് ചെയ്യുന്നു വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ ചെയ്യും, ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇത് എങ്ങനെ ചെയ്യും? യെസ്, എ എന്ന് പറഞ്ഞ പോയിന്റ് ഇത് നമുക്ക് ഡയഗ്രത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ 1ഉം 1ഉം എന്താണ്, പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ 2 കിട്ടി, 2 കിട്ടി, ഈ 2 കിട്ടി, നമുക്ക് 2 കിട്ടി, ഇത് 2 കിട്ടി. 2ഉം 1 ഉണ്ട് ഇവിടെ, 1 സീരീസിലാണ്. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെയും 2 കിട്ടും. കാര്യം എന്താ വെച്ചാൽ സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ ഡയറക്റ്റ് അഡീഷൻ ആണ്. സീരീസ് സോറി പാരലൽ ആണ്. ഈ 1ഉം 1ഉം പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ ഡയറക്റ്റ് അഡീഷൻ ആണ്. ഓക്കെ, ബി കിട്ടി, ഇവിടെ എ എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഇത് മൂന്നും എന്ത് ചെയ്യാം, നമുക്കിനി സീരീസ് കോമ്പിനേഷനിലാണ് ചെയ്യേണ്ടത്. ഇത് മൂന്നും സീരീസ് കോമ്പിനേഷനിലാണ് ചെയ്യേണ്ടത്. സീരീസിന്റെ രണ്ടെണ്ണത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരുപാട് സാധനം വരുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് വേറെ നമുക്ക് 1/C effective is equal to 1/C1 + 1/C2, അതായത് 1/C effective is equal to 1/2 + 1/1 + 1/2 ഈ ഒരു ഇതിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിൽ ചെയ്യാം. അപ്പൊ നമുക്ക് 1/C effective is equal to 1/2 + 1 + 1/2. 1/2 ഹാഫ് 1 ആണ്. 1 + 1 2 ആണ്. ഓക്കെ, 2. അപ്പോൾ 1/C effective is equal to ആണ് 2. 1/C effective is equal to 2 ആണ്. C effective എന്താ 1/2. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ C effective is equal to 1/2 ആയിരിക്കും. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 0.5. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് കുറച്ച് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്താ വെച്ചാൽ നോർമലി പ്രാക്ടീസ് ചെയ്യാത്തൊരു കുട്ടിക്ക് ഇത് കിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത സ്റ്റുഡന്റിനാണ് ഇത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ മെന്റർഷിപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓരോ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട്. റെഡി? അപ്പൊ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വരക്കാം. എ എന്ന് പറഞ്ഞ വരക്കേണ്ട ആവശ്യമില്ല, വരക്കാം, അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. എ എന്ന് പറഞ്ഞ വരച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സാധനം, പിന്നെ ഓക്കെ ബി എന്ന് പറഞ്ഞ അവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ 4, ഇവിടെ 4 വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെ എന്താണ്, 2 കപ്പാസിറ്റർ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4ആണ്, ഒക്കെ എല്ലാം 4ആണ്, എല്ലാതും 4ആണ്. അപ്പൊ അതിന്റെ ഇനിയിപ്പോൾ നമുക്ക് പേടി എല്ലാതും സെയിം സാധനമാണ്. അപ്പൊ വരക്കേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ മേലത്തെ രണ്ടും സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ C1 C2 ഡിവൈഡ് ബൈ C1 + C2. C1 C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 C2 4 × 4 C1 C2 ഡിവൈഡ് ബൈ C1 + C2. C1 + C2 എന്ന് പറഞ്ഞാൽ 4 + 4 4 8 ആണ്. ഓക്കെ, അതാണ് ഇക്വേഷൻ. അതല്ല ഇക്വേഷൻ, C1 C2 ഡിവൈഡ് ബൈ C1 + C2 അല്ലേ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്താൽ കിട്ടും. ഫസ്റ്റ് ഇത് മേലത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, മേലത്തെ ഈ സാധനം നമ്മൾ ചെയ്യുന്നത് മേലെ എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്താണ് 16/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. ഓക്കെ, 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്താം. ഇവിടെ 2 എന്ന് എഴുതി, ഇത് 2 ആണ്. 2 എന്ന് കിട്ടി. ഇനി ഈ 2ഉം ഈ അവിടെയുള്ള 2ഉം അതായത് അത് ഒന്നുകൂടി വരക്കാം, നമുക്ക് വരക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്ക് മനസ്സിലാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി? ഓക്കെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഒറ്റ കപ്പ് അതിന്റെ എഫക്റ്റീവ് എടുത്തു. അതിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ ആ 2ഉം അവിടെ തന്നിട്ടുള്ളത് 2ഉം ആ 2ഉം എന്താണ്, അവിടെയുള്ള 2ഉം അതുപോലെ തന്നെ ജസ്റ്റ് അവിടെയുള്ള 2ഉം താഴെയുള്ള 4ഉം എന്താണ്, സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്യാം. ജസ്റ്റ് ആഡ് ചെയ്തു. 4 2 എത്ര, 4 + 2 = 6. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടി ജസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതൊക്കെ പോയി നമുക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് ഇതൊക്കെ പോയിട്ട് ഇവിടെ 6 എന്ന് കിട്ടി. ഇത് 6 അല്ലേ, 6 കിട്ടി. പിന്നെ ഈ താഴെയുള്ളത് 2 ഉം 4 ആണ്. ഈ 2 ഉം 4 നമ്മൾ നേരത്തെ മേലെ ഇതേപോലത്തെ സാധനം സോൾവ് ചെയ്താണ്. ഇത് രണ്ടും നേരെ മേലെ സീരീസ് സോൾവ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്താ കിട്ടി, ഉത്തരം 2 ആണ് കിട്ടിയത്. അപ്പൊ ഇത് 2 ആയിരിക്കും, ഇത് 2 ആണ്. ഓക്കെ, ഇത് 2 ആണ് ഉത്തരം.
ഇത് രണ്ടാണ്, ഇത് രണ്ടും സീരീസ് ആകുമ്പോൾ രണ്ടാണ് വരും, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ 2. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഇത് ഇക്വലന്റ് കിട്ടില്ല, അപ്പോൾ ഒറ്റ കപ്പാസിറ്റർ ആയിരിക്കുമ്പോൾ ഇതാക്കാം, ഇത് 2 2 + ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്, പാരലൽ ആണെങ്കിൽ ജസ്റ്റ് അഡീഷൻ ആണെങ്കിൽ 6 + 2 6 7 8 ആൻസർ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ സിമ്പിൾ ലോജിക്കൽ മെത്തേഡിൽ നമ്മൾ കാര്യങ്ങളെ ആദ്യം എങ്ങനെ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നീറ്റിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.